നമ്മൾ കേട്ടല്ലോ, ഇത്ര വലിയ രക്ഷ, പദവി, പ്രത്യാശ. രക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കും അത് നമ്മൾ സ്വർഗത്തിൽ പോവുക, യേശു വരുമ്പോഴത്തേക്ക് യേശുവിൻ്റെ വരവെങ്കിലും ഒരുക്കമുള്ളവരായി ആ ഒരു രക്ഷ. പക്ഷെ എന്നുണ്ടെങ്കിൽ അതൊരു പാക്കേജാണെന്നുള്ള കാര്യം സ്തോത്രം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, അവൻ ജനിച്ചു എന്ന് മാത്രമല്ല, അവന് ആ കുടുംബത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ഓഹരികളും അവനവിടെ ലഭിക്കുന്നു. അവൻ ഈ ലോകത്ത് ജനിക്കുമ്പോൾ ഈ ലോകത്തിലുള്ളതായ അവൻ ലഭിക്കേണ്ടതായ പല അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം അവൻ യോഗ്യനാണ്. അവൻ രക്ഷ പലരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ ഒരു രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെ അഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കും പിന്നെ വേറൊരു ലെവലിൽ നമ്മൾ ലോകപ്രകാരം ജീവിക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. അത് നമ്മുടെ പാർട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. എങ്കിലോ രക്ഷ എന്ന് പറയുമ്പോൾ അതെല്ലാം സകല നന്മകളും, സകല നന്മകളുടെയും ഉറവിടം എങ്കിലോ നമ്മുടെ ദൈവമാണ്. സകല അധികാരങ്ങളുടെയും ഉറവിടം നമ്മുടെ ദൈവമാണ്. മനസ്സിലാക്കുക, ആ രക്ഷ, ഈ അധികാരം എല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുക. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മരിച്ചുപോയ കർത്താവിൻ്റെ ദാസി ഉണ്ടല്ലോ, മേരി കോവൂര്, എനിക്കൊരു 12 വയസ്സ് പ്രായമുള്ളപ്പോൾ പുള്ളിക്കാരത്തി ഒരു സ്ഥലത്ത് വന്ന്, ഇടുക്കിയിലൊരു പ്രദേശത്ത് വന്ന് ഒരു ടെസ്റ്റ് മണി പറഞ്ഞതാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു സ്റ്റോറി നമുക്കറിയാമല്ലോ, ഓർക്കുന്നുണ്ടോ? അതായത് ഒരു മനുഷ്യൻ വിദേശത്തേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പണമൊന്നുമില്ല. അപ്പോൾ അന്നൊക്കെ കപ്പലിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ആരോടോ ചെന്ന് ചോദിച്ചു, എനിക്കിന്നുപോലെ ഒരു ടിക്കറ്റ് വേണം ഇന്നടത്തേക്ക് പോകാനായിട്ട്, യൂറോപ്പിലേക്കുമായിട്ട്, എനിക്കറിയത്തില്ല എവിടേക്കാണെന്ന്. അദ്ദേഹം ആ മനുഷ്യന് ഒരു ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഓക്കെ, നിനക്ക് ഇന്നടത്തേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ അന്ന് 12 വയസ്സുള്ളപ്പോൾ ഓർത്തിരുന്ന കാര്യമാണെങ്കിൽ ഇന്ന് നിങ്ങളതൊക്കെ വളരെ അതൊക്കെ അതിൻ്റെ എന്താ പറഞ്ഞേ, അന്ന് അതിനെക്കുറിച്ചൊന്നും ഗ്രഹിക്കാനായിട്ടുള്ള വിവേകമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ സമയമായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോന്നും നമ്മളെ ഗ്രഹിപ്പിക്കുക. എനിക്കോ ആ സ്റ്റോറി ഇങ്ങനെയാണ്. ആ മനുഷ്യൻ ആ ടിക്കറ്റ് കിട്ടിയല്ലോ, ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷവാനായി. അപ്പം ഒരു ലോങ് ജേർണിയാണ്. ആ ലോങ് ജേർണി പോകുന്ന സമയത്ത് അപ്പം ആഹാരമൊക്കെ വേണ്ടേ? അദ്ദേഹം കുറച്ച് വീട്ടിൽ നിന്ന് നമ്മുടെ ഭാഷ പറഞ്ഞ കപ്പയും മീൻകറിയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ പുള്ളിക്കകത്ത് ചീസും ബ്രെഡും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ചീസും ബ്രെഡും ഒക്കെ എടുത്ത് പാക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ജേർണി പോകുന്ന സമയത്ത് ഈ 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നോർമലായിട്ട് ഇതെല്ലാം നല്ല പരുവത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ആളിന് ദുർഗന്ധവും വമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഇദ്ദേഹം കീപ്പ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു, എന്താ നീ ഇവിടുന്ന് ഈ പൂത്ത ചീസും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? അന്നേരം മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നോ മണി, പൈസയില്ല വേറെ, എനിക്ക് ടിക്കറ്റ് വേറെ ആൾ എടുത്ത് തന്നതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കഷ്ടതയെ കൂടിയൊക്കെ അങ്ങ് പോവുക, ഈ പ്രയാസമൊക്കെ അനുഭവിച്ച് ഞാനങ്ങ് പോവുക. ഓക്കെ, യഥാർത്ഥത്തിൽ പെന്തിക്കോസുകാരുടെ സാക്ഷ്യം കഷ്ടങ്ങളും പ്രയാസങ്ങളും കൂടെയൊക്കെ
ഞാനെങ്ങനെ അങ്ങ് പോവാ. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ടിക്കറ്റ് എന്ത് ചെയ്യും? ഇതാ എൻ്റെ ടിക്കറ്റ്. അദ്ദേഹം ഒന്ന് കാണിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഹലോ, അപ്പുറത്ത് വലിയൊരു ക്യാൻറ്റീനുണ്ട്. ഈ ടിക്കറ്റ് നിനക്ക് എടുത്ത് തന്നു കഴിഞ്ഞപ്പോഴത്തെ ഈ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഫുഡും അക്കോമഡേഷനും എല്ലാം ഫ്രീയാണ്. സ്തോത്രം. നീ ഈ ടിക്കറ്റ് കൊണ്ട് അവിടെ നിന്ന് കാണിച്ചാൽ മതി, രക്ഷ. ഹല്ലേലൂയ. പലപ്പോഴും രക്ഷയെ ചുരുക്കി അങ്ങ് എഴുതുക, ഹല്ലേലൂയ. ചുരുക്കി അങ്ങ് എഴുതുക, തിരിച്ചറിവില്ല. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷ, ആമേൻ. താങ്ക് യു ലോർഡ്. അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ആ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ അവകാശങ്ങൾ നമ്മൾ നമ്മൾ ആരുടെയും മുമ്പിൽ ബെക്ക് ചെയ്യണ്ട. നീ ടിക്കറ്റ് കൊണ്ടൊന്ന് കാണിക്കണം. ഹല്ലേലൂയ. നീ ടിക്കറ്റ് കൊണ്ട് കാണിച്ചാൽ നിനക്കുള്ളത്, താങ്ക് യു ലോർഡ്, വലിയ വലിയ അവിടെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ കൗണ്ടറിൽ എന്തോ ഉള്ളത്. താങ്ക് യു ലോർഡ്. ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. ശ്രേഷ്ഠമായിട്ടുള്ളതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നിനക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ആവശ്യത്തിനനുസരിച്ച് കഴിക്കാം. താങ്ക് യു. അവിടെ യാതൊരു ലിമിറ്റേഷനും ഇല്ല. നമുക്കറിയാം, അല്ലെങ്കിൽ ഈ ബൊഫയൊക്കെ വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ ചെന്ന് കഴിക്കാറുണ്ട്. അവിടെ ലിമിറ്റേഷൻ വല്ലതും ഉണ്ടോ? നിനക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിക്കാം. അതാണ് ഒരു ദൈവത്തിൻ്റെ രക്ഷ. നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഈ അജ്ഞത, ഈ ലാക്ക് ഓഫ് നോളജ് നമ്മളെ അങ്ങ് ഭരിച്ച് നമ്മളെ കുരുടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ അറിവിൽ ശിശുക്കളാകരുത്. ഈ രക്ഷയുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. സകലത്തിൻ്റെയും അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക ഈ രക്ഷയിൽ കൂടെ, ഈ പുത്രത്വത്തിൽ കൂടെ. നമ്മളെ ആരാക്കി തീർത്തു? മക്കളും അവകാശികൾ. ഈ രണ്ട് അവകാശികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിൻ്റെ അവകാശികളാ? ചിന്തിക്കണേ. എല്ലാത്തിൻ്റെ അവകാശികളാണ്. ഇങ്ങനെയെല്ലാം നമ്മളിപ്പോൾ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പിന്നെയും ലോകത്തിലേക്ക് പോവുക. ദാസനെക്കാട്ടിലും കഷ്ടം, ദാസനെക്കാട്ടിലും കഷ്ടമായിട്ട് ഈ പൂത്ത ചീസും പൂത്ത ബ്രെഡും കഴിച്ചുകൊണ്ട് ദിവസവും അങ്ങിരിക്കുക. സ്വസ്ഥതയില്ല ഒരു ദിവസവും. താങ്ക്യൂ. സകലത്തെയും കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതായോ ഈ രക്ഷയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. വല്ലാതെ ഒന്ന് പൊങ്ങി ഒന്ന് പെന്തിക്കോസിൽ ചേർന്നു, പാസ്റ്റർ പറഞ്ഞ പ്രകാരം ഒന്ന് വിശ്വസിച്ചു. ഇതൊക്കെയാണ് മനുഷ്യൻ ധരിക്കുന്നത്. താങ്ക്യൂ. അല്ലേ അല്ല. ദൈവം നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരിക്കലും നമ്മൾ ആ ലെവലിൽ നിൽക്കേണ്ടവരല്ല. നമ്മൾ അധികാരികളാണ്, നമ്മൾ അവകാശികളാണ്. നമ്മുടെ മേൽ ഓവർകം ചെയ്യാനായിട്ട് ഒരു ശത്രുവിനും സാധ്യമല്ല. താങ്ക്യൂ. അവയെല്ലാം നമ്മുടെ ദൈവം നമുക്ക് എന്താക്കി തന്നിരിക്കുന്നു? സകലത്തെയും കാൽ കീഴാക്കി തന്നിരിക്കുന്നു. നമുക്ക് പറയണം കേട്ടോ. പറയുക മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ അത് കാണിച്ചു കൊടുക്കണം. താങ്ക്യൂ. ഞാൻ ആരാണെന്നുള്ള കാര്യം, നമ്മൾ ആരാണെന്നുള്ള കാര്യം, ഞാൻ പുത്രനാണെങ്കിൽ ഞാൻ ആരാ? ഞാൻ അവകാശിയാ. താങ്ക്യൂ. അവകാശിയാണെന്നുണ്ടെങ്കിൽ ദാസന്മാരിൽ നിന്ന് നമുക്കെതിരായിട്ട് വരുന്നവരോട് ഇതെൻ്റെ റൈറ്റാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് നമ്മളതിനെ ഓവർകം ചെയ്യണം. ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ട് നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ അല്ല നമ്മുടെ ഓൺ ഫാദർ നമ്മളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത്, സാഡായിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് നമ്മുടെ പിതാവ് ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. താങ്ക്യൂ. എല്ലാം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ഇന്നൊന്നും പോലെ ഓർക്കുന്നു. ഒരു പ്രാവശ്യം പണിക്കാർക്ക് കാപ്പി കൊടുക്കാൻ വേണ്ടി അമ്മ
കാപ്പി കൊണ്ട് തന്നു. ഈവനിങ്ങിലൊക്കെ കാപ്പി കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പം അവിടെ ആ സമയത്ത് എൻ്റെ പിതാവ് അതുവഴി വന്നു. ഞാൻ ഈ കാപ്പി കൊണ്ട് കൊടുത്തതിന് ശേഷം അവർ കിളയ്ക്കുന്ന തൂമ്പ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ചിലൻ വെട്ടി. ഞാൻ പറഞ്ഞു, നീ എന്തെടുക്കും അവിടെ? ഇതാണോ ഇഷ്ടം നിനക്ക്? ഇതാണോ ഇഷ്ടം? സ്ഥലം കാലിയാക്കാൻ പറഞ്ഞു. ഒരിക്കലും ഒരു നല്ല പിതാവ് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പം ലോകപ്രകാരമുള്ള നമ്മുടെ പിതാവ് അപ്രകാരമാണെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് എത്ര പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം എല്ലാ നന്മകളും ഈ പരിശുദ്ധാത്മാവിൽ കൂടെ വരുന്നതാണ്. സകല വിടുതൽ ഈ പരിശുദ്ധാത്മാവിൽ കൂടെ വരുന്നതാ. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷമുള്ള ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിന് മുമ്പുള്ള ശിഷ്യന്മാരും. അപ്പം സകല അധികാരങ്ങൾ ആർക്ക് എവിടെ നിന്ന് എങ്ങനെ വന്നു? ഈ ആത്മാവിൽ കൂടെ. താങ്ക് യു ലോർഡ്. ലഭിച്ചു. താങ്ക് യു ലോർഡ്. കാര്യസ്ഥം വന്നു. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ നമ്മൾ ഓർഡിനറി അല്ല. താങ്ക് യു ലോർഡ്. ദൈവം നമ്മളെ മക്കളാക്കി തീർത്തു. രക്ഷ നമുക്ക് തന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. യേശു നല്ലവൻ, ധീരനായ ദൈവമായി, നിത്യനാം പിതാവുമായി. ധീരനായ ദൈവമായി, നിത്യനാം പിതാവുമായി. ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവേ, ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവേ. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. യേശു നല്ലവേ. ശത്രുവിൻ കരത്തിലും കണിയിലും വിപത്തിലും, ശത്രുവിൻ കരത്തിലും കണിയിലും വിപത്തിലും വീണിടാതെ നിത്യവും കാത്തിടുന്നവേ, വീണിടാതെ നിത്യവും കാത്തിടുന്നവേ. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. യേശു നല്ലവേ. എന്നെ വീണ്ടെടുക്കുവാൻ സ്വന്ത ജീവനേകിയോ, എന്നെ വീണ്ടെടുക്കുവാൻ സ്വന്ത ജീവനേകിയോ. ഇന്നും എന്റെ പേർക്കു പക്ഷവാദം ചെയ്യുന്നു, ഇന്നും എന്റെ പേർക്കു പക്ഷവാദം ചെയ്യുന്നു. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. യേശു നല്ലവേ. വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവൻ, വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവൻ. എനിക്കു വേണ്ടി സർവവും നിർവഹിക്കുന്നു. ആമേൻ. എനിക്കു വേണ്ടി സർവവും നിർവഹിക്കുന്നു. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, ദയനേക്കുമുള്ളതേ.
നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശു നല്ലവേ, വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവേ, വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവേ. എനിക്ക് വേണ്ടി സർവ്വവും നിർവഹിക്കുന്നു, എനിക്ക് വേണ്ടി സർവ്വവും നിർവഹിക്കുന്നു. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശു നല്ലവേ, ഇത്ര വലിയ രക്ഷയോ പദവിയും പ്രത്യാശയോ, ഇത്ര വലിയ രക്ഷയോ പദവിയും പ്രത്യാശയോ. ഈ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവേ, ഈ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവേ. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശു നല്ലവേ, വലിയ രക്ഷയോ പദവിയും പ്രത്യാശയോ, ഇത്ര വലിയ രക്ഷയോ പദവിയും പ്രത്യാശയോ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവേ. ഹല്ലേലൂയ. യേശു നല്ലവേ, വീരനായ ദൈവമായി നിത്യനാം പിതാവുമായി, വീരനായ ദൈവമായി നിത്യനാം പിതാവുമായി. ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവേ, ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവേ. വീരനായ ദൈവമായി നിത്യനാം പിതാവുമായി, വീരനായ ദൈവമായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവേ. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശു നല്ലവേ, ശത്രുവിൻ കരത്തിലും കണിയിലും വിപത്തിലും, ശത്രുവിൻ കരത്തിലും കണിയിലും വിപത്തിലും വീഴാതെ നിത്യവും കാത്തിടുന്നവേ, വീഴാതെ നിത്യവും കാത്തിടുന്നവേ. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. അവന്റെ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശു നല്ലവേ, എന്നെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവനേകിയോ, എന്നെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവനേകിയോ. എന്നും എന്റെ പേർക്കു പക്ഷവാദം ചെയ്യുന്നു, എന്നും എന്റെ പേർക്കു പക്ഷവാദം ചെയ്യുന്നു. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ. യേശുവിൻ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശുവിൻ നാമം വലിയതേ, എന്നേക്കുമുള്ളതേ. യേശു നല്ലവേ, വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവേ, വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവേ. എനിക്ക് വേണ്ടി സർവ്വവും നിർവഹിക്കുന്നു, എനിക്ക് വേണ്ടി സർവ്വവും നിർവഹിക്കുന്നു. യേശു നല്ലവേ, യേശു നല്ലവേ, യേശു നല്ലവേ,
പദവിയും പ്രത്യാശയോ ഇത്ര വലിയ രക്ഷയോ പദവിയും പ്രത്യാശയോ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവേ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവേ യേശു നല്ലവേ യേശു നല്ലവേ ആമേൻ 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 യേശു നല്ലവേ യേശുവിൻ നാമം വലിയത് എന്നേക്കുമുള്ളത് യേശുവിൻ നാമം വലിയത് എന്നേക്കുമുള്ളത് യേശു നല്ലവേ യേശു നല്ലവേ യേശു നല്ലവേ അവന്റെ നാമം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമമുയർത്തിയിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും തന്റെയൊന്നായി ഘോഷിച്ചിടാം പാലകനേശുവെ മറന്നിരിക്കും തന്റെയൊന്നായി ഘോഷിച്ചിടാം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമമുയർത്തിയിടുക ഈശാനമൂലെ നാടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ ഈശാനമൂലെ നാടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനോർത്തു നാം സ്തുതിച്ചിടുക നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനോർത്തു നാം സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമമുയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ